ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ബീഫിന്റെ കൈമ വടയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നമുക്ക് ചോറിന്റെ കൂടെയും കഴിക്കാം, ചായന്റെ കൂടെ കടിയായിട്ടും കഴിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പൊ ഇതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഞാൻ ബീഫിന്റെ കൊത്തിറച്ചി വാങ്ങിട്ട് വന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി അരച്ച് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിന് പൊട്ടുകടലയും, ഓരോ സ്പൂൺ അളവിനാണ് കുരുമുളക്, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ എടുത്തിട്ടുണ്ട്. ഓരോ സ്പൂൺ അളവിനാണ്. പിന്നെ ഒരു മുറി തേങ്ങ, പിന്നെ 10 ഇല്ലി ചെറിയ ഉള്ളി, 10 ഇല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാലയും വേണം, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഇനി അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നൈസായിട്ട് വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി പൊതിന ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഒരു സ്പൂൺ അളവിന് ബിരിയാണി മസാല പൊടി ഇട്ടുണ്ട് കേട്ടോ. അരക്കുമ്പോൾ ഇട്ടിട്ടില്ല, നമ്മൾ മിക്സ് ആക്കുമ്പോഴാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ ഒരു സ്പൂൺ അളവിന് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇടുമ്പോൾ നോക്കണം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. വെള്ളം ചേർക്കാനേ പാടില്ല. വെള്ളം ചേർത്താൽ വട പൊടിഞ്ഞു പോകും എണ്ണയിലേക്ക് ഇടുമ്പോൾ കേട്ടോ. അതപ്പോ നല്ല ഒക്കെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ചെറിയ ഉരുള എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് തട്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ അപ്പുറത്തെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല കാഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അടുപ്പൊന്ന് സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇട്ടുകൂടുമ്പോൾ കയ്യിലിട്ട് തിരിച്ചിടാൻ പാടില്ല. അടുപ്പ് നല്ലോ സിമ്മിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കുക. ഇല്ലെങ്കിൽ മേലാകെ വെന്ത് വരും, ഉള്ളില് വേവൂല. അതുകൊണ്ട് നമ്മൾ അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് സമാധാനത്തിൽ നിന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എന്താ നമ്മുടെ ഇപ്പൊ വടക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എത്ര വലുപ്പത്തിൽ തട്ടിയിട്ടാലും അതൊന്ന് ചുങ്ങി വരും കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ വട ഇപ്പൊ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കാം. ഇതാ അപ്പൊ നമ്മുടെ വടക്ക പൊരിച്ച് റെഡിയായി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ബീഫിന്റെ ഇറച്ചി വാങ്ങി ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.